നമ്മുടെ ജീവിതം നമ്മുടെ സൃഷ്ടിയാണ്. ഏതു തരത്തിലാണ് അതിനെ പാകപ്പെടുത്തേണ്ടത് എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അഭിപ്രായങ്ങൾ പലതുണ്ടാകും. തീരുമാനങ്ങൾ നമ്മുടേതാകട്ടെ. അർഹിക്കുന്നവയെ നഷ്ടപ്പെടുത്താതിരിക്കുക. അർഹത ഇല്ലാത്തവയെ ആഗ്രഹിക്കുകയും ചെയ്യരുത്. രണ്ടും നമ്മുടെ ഉള്ളിനെ പൊള്ളിച്ചു കൊണ്ടിരിക്കും. അർഹമായതിനെ നിഷ്കരുണം ഉപേക്ഷിക്കുകയും അർഹതയില്ലാത്തതിനെ സ്വീകരിക്കുകയും ചെയ്തവർക്കൊരിക്കലും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും. നമുക്ക് നിറവേറ്റാൻ കഴിയാത്ത ഒരു കാര്യത്തിനും വാക്ക് കൊടുക്കരുത്. തുറന്നു പറയുക. അല്പനേരം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ജീവിതകാലം മുഴുവനുമുള്ള വേദനയായി അത് മാറരുത്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഉള്ളു തുറക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മളെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. അവർ അത് തന്നെ വിശ്വസിക്കും. അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാം. ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ സംസാരത്തെ തടയുവാനോ മനോഭാവങ്ങളെ തിരുത്താനോ നമ്മൾക്കാവില്ല. പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. സഹതാപം മാത്രം അർഹിക്കുന്ന വില കുറഞ്ഞ അവരുടെ സംസ്കാരത്തെ കണ്ടില്ലെന്ന് വയ്ക്കുന്നതാണ് ഉചിതം. നന്മയില്ലാത്ത ലോകമോ സ്നേഹമില്ലാത്ത മനുഷ്യരോ ഇല്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ എല്ലാവരും നല്ലവരാണ്. ഏത് ശത്രുവിനെയും മിത്രമാക്കാനുള്ള കഴിവ് സ്നേഹത്തിനുണ്ട്. കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട. മെല്ലെ മെല്ലെ അത് തിരികെ ലഭിക്കും. ഒടുവിൽ നിലയ്ക്കാത്ത മഹാപ്രളയമാവും. കാത്തു നിൽക്കുന്ന ഇടങ്ങളെ കാണാതെ പോകുമ്പോഴാണ് നിരാശരാകുന്നത്. നമ്മളെ സ്നേഹിക്കാൻ ഇടങ്ങളില്ലാതെ മരുഭൂമി പോലെ വരളുന്നത് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം അവിടെ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ വിടരും. പിന്നെ അത് പ്രതീക്ഷയുടെ വസന്തം പോലെ നിങ്ങളെ പൊതിയും. നമ്മുടെ വികാരങ്ങൾ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. നമ്മുടെ വളർച്ചയുടെയും തളർച്ചയുടെയും തോത് നിശ്ചയിക്കുന്നത് നമ്മുടെ തന്നെ ചിന്തകളാണ്. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. വാടിയ പൂവിനെ ആരും ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരുമുണ്ട്. പക്ഷേ നമ്മളൊന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. നമ്മുടെ സമയം നല്ലതാണേൽ നമ്മൾ തെറ്റ് ചെയ്താൽ കൂടി നല്ലതായി മാറും. പക്ഷേ സമയം മോശമാണേൽ തമാശ പോലും വലിയ തെറ്റായി മാറും. നീളമില്ലാത്ത നൂലും നിയന്ത്രണമില്ലാത്ത നാവും രണ്ടും നമുക്ക് നല്ലതല്ല. നൂലിൽ കുടുങ്ങിയാൽ വീഴ്ച ഉറപ്പാണ്. നാവ് കൊണ്ട് നമ്മുടെ വാക്കുകളെ ഏൽപ്പിച്ച മുറിവുകൾ വളരെ വലുതാകും. ക്ഷമ ചോദിച്ചാലും മായണമെന്നില്ല. ആരും ഇല്ലാതാവുന്നത് എല്ലാവരും നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, എല്ലാമായിരുന്നവർ നഷ്ടപ്പെട്ട് പോവുമ്പോഴാണ്. കൊടുത്ത സ്നേഹവും സമയവും വെറുതെ ആയിരുന്നു എന്ന തിരിച്ചറിവിൽ നിസ്സഹായരായി പോകുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന മാത്രമാണത്. മാറ്റമില്ലാത്തതായി ഒന്നും ഈ ലോകത്തിലില്ല. ഓരോന്നിലും മാറ്റമുണ്ടാവില്ല എന്നത് വെറും മിഥ്യാധാരണ മാത്രമാണ്. ഒന്ന് പോയാൽ മറ്റൊന്ന് പകരം വയ്ക്കാൻ ഉണ്ടാവും. അത് മനുഷ്യരായാലും മറ്റെന്തായാലും. ഒന്നിനെയും അമിതമായി ആശ്രയിക്കാതിരിക്കുക. ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വരും. മാറി നിൽക്കേണ്ടിയും വരും. ഒരു പെണ്ണ് ഭാഗ്യവതിയാവുന്നത് ഒരുപാട് പൈസ ഉള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്നേഹിച്ച ആളെ സ്വന്തമാക്കുമ്പോഴോ അല്ല, മറിച്ച് മരണം വരെ സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ്. ഇടമില്ല എന്ന് തോന്നുന്നിടത്തു നിന്ന് ഇറങ്ങിപ്പോരാൻ പാകത്തിന് ഇടനെഞ്ചിൽ ഒരു സ്നേഹം കരുതി വയ്ക്കണം. ആരോടെന്നോ? തന്നോട് തന്നെ. ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരവും ഞാൻ തന്നെ എന്നാകണം. മനുഷ്യരെയെല്ലാം തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. സ്വന്തം സമാധാനത്തേക്കാൾ വിലയേറിയതായി മറ്റൊന്നുമില്ല.